ലേഡീസിന്റെ എഗ് ഫ്രീസിങ്ങിനെ പറ്റി അറിയോ? അതായത് അവരെ അണ്ടം ഭാവിയിലോട്ട് വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട 5 ഡൗട്ടുകൾ. ഒന്നാമത്തേത്, ഇത് ആർക്കൊക്കെ ചെയ്യാന്നുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചില മെഡിക്കൽ കണ്ടീഷനെല്ലാം ഭാഗമായിട്ട് ഭാവിയിലോട്ട് വേണ്ടിയിട്ട് ഈ അണ്ടത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. മറ്റു ചിലരാവട്ടെ അവരുടെ ഒരു ചോയ്സ് എന്ന രീതിയിൽ ഇപ്പൊ പ്രഗ്നൻസി ഒന്നും വേണ്ട, ഭാവിയിൽ കുറച്ച് ലേറ്റ് ആയിട്ട് മതി എന്ന് ചിന്തിക്കുന്നവരും ഇത്തരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി എവിടെ നിന്ന് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെയോ അല്ലെങ്കിൽ എംബ്രിയോളജിസ്റ്റിനെയോ കാണുക. അവരാവശ്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും ഏറ്റവും യങ് ആയിട്ടുള്ള സ്റ്റേജിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. ഒരു 35 വയസ്സ് അല്ലെങ്കിൽ ഒരു 32 വയസ്സിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എത്ര കോസ്റ്റ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം മുതൽ ഒരു 3 ലക്ഷം വരെയൊക്കെ ഇത്തരത്തിൽ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ചിലവ് വരും. പിന്നെ ആനുവലി അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ഒരു പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഭാഗമായിട്ട് അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു സിംഗിൾ അണ്ടമാണ് പുറത്തോട്ട് വരുന്നത്. ചില